ഹായ് മക്കളെ, വെൽക്കം ടു അവർ ക്ലാസ് റൂം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ നമ്മുടെ 10ാം ക്ലാസ്സിലെ പുതിയ പാഠഭാഗങ്ങളാണല്ലോ വന്നിട്ടുള്ളത്. അതിലെ ഹിന്ദി പുസ്തകത്തിലെ ഹിന്ദി സബ്ജക്റ്റിലെ പുതിയ പാഠഭാഗമാകുന്ന സഫറോം കി ജുഗൽമന്ദി എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ അതൊരു യാത്രയെക്കുറിച്ചുള്ള പാഠങ്ങളാണ്. ആ പാഠഭാഗത്തിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത്. അതിലെ ഇക്കായി ഏക് അതായത് യൂണിറ്റ് 1-ലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഗിഡ്കി എന്ന് പറയുന്ന പാഠഭാഗം. ആ പാഠഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗിഡ്കിയിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പഠിക്കുന്നതെന്നും എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്കത് പഠിച്ചെടുക്കാം. അപ്പോൾ അടുത്ത പേജിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ചില ആളുകൾ റെയിൽവേ ട്രാക്കിലിരിക്കുന്നു അല്ലേ. റെയിൽവേൻ്റെ ആ ഒരു സ്റ്റേഷനിൽ റെയിൽവേ ട്രാക്കൊക്കെ ഉണ്ട്. ഒരു സൈഡിൽ കൂടെ ഒരു പെണ്ണിരിക്കുന്നു, അതുപോലെ തന്നെ ഒരു ആണിരിക്കുന്നു ഒക്കെ ഉണ്ട്. അതിൻ്റെ താഴെ നമുക്ക് കാണാം ചെറിയ 2 ലൈനിലുള്ളൊരു വരികൾ മാത്രമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അതെന്തൊക്കെയാണ് പറയേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം നമുക്ക്. അതിൽ വായിക്കാനുള്ളത് ഇസ് സഫർ മേം നീന്ത് ഐസി ഖോ ഗയി ഹംന സോയെ രാത്ത് ധക്ക് കർ സോ ഗയി അല്ലേ. എഴുതിയിരിക്കുന്ന ആരാണ്? രാഹി മാസൂം റസ അല്ലേ. റസ എഴുതിയ ഒരു ചെറിയൊരു ഐക്കോണ് നമ്മൾ വായിച്ചത്. ഈസ് സഫർ മേം നീന്ത് ഐസി ഖോ ഗയി ഹം ന സോയെ രാത്ത് തക്ക് ദക്ക് കർ സോ ഗയി എന്ന് വെച്ചാൽ ജീവിതയാത്രയിലെ പ്രയാസങ്ങളെ കൊണ്ട് തങ്ങളുടെ ഉറക്കം എന്തായിരിക്കുന്നു, നഷ്ടമായിരിക്കുന്നു എന്നാണ് അതിൽ പറയുന്നത്. നമുക്ക് ഒരുപാടൊന്നും ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ടൈമൊന്നുമില്ല. അതുകൊണ്ട് പറഞ്ഞ കാര്യം ഇതാണ്. അത് എഴുതിയ ആളാണ് ഈ കാണുന്നത്. ആരാണ് എഴുതിയിരിക്കുന്നത്? രാഹി മാസൂം റസ. ഈ മാസൂം റസ എന്ന് പറയുന്ന ആളുടെ പിക്ചറാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് അതിൽ പറയുന്ന കാര്യങ്ങൾ? അദ്ദേഹം ഒരു ഇന്ത്യൻ ഉറുദു ഹിന്ദി കവിയും എഴുത്തുകാരനുമാണ്. അതായത് എഴുത്തുകാരി എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എഴുത്തുകാരനും ബോളിവുഡ് ഗാന രചയിതാവുമായിരുന്നു റാഹി മസൂം റാസ. അദ്ദേഹത്തിൻ്റെ പേര് നോക്ക്, റാഹി മസൂം റാസ. മെയിൻ തുളസി തേരെ അങ്കൻ കി, തവൈഫ്, ലംഹെ എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച സംഭാഷണത്തിനുള്ള ഒരു ഫിലിം ഫെയർ അവാർഡും അദ്ദേഹത്തിന് എന്തായിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ റാഹി മസൂം റസ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പേജ് പരിചയപ്പെടാം. അവിടെ കൊടുത്തിട്ടുണ്ട് ഒരു റെഡ് ലൈനിൽ യഹ് ഉദ്ഘോഷണ പടയും. ഉദ്ഘോഷണ എന്ന് പറഞ്ഞാൽ അനൗൺസ്മെൻറ്റ് വായിച്ചു നോക്കാനാണ് പറയണത്. എന്താണ് കൊടുത്തു നോക്കിയാൽ യാത്രക്കാരെ കൃപയാ ദയവായിട്ട് ധ്യാനം ശ്രദ്ധിച്ചാലും ഗാഡി നമ്പർ വണ്ടി നമ്പർ 1638 തിരുവനന്തപുരം സെ മംഗളൂർ തക്ക് ജാനെ വാലി, തിരുവനന്തപുരത്ത് നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുന്ന തിരുവനന്തപുരം മംഗളൂർ എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 2 पर आ रही है. പ്ലാറ്റ്ഫോം നമ്പർ 2ലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ആദ്യത്തെ ഒരു ഉദ്ഘോഷണ. ദാറ്റ് മീൻസ് അനൗൺസ്മെൻറ്റ്. നെക്സ്റ്റ് പേജിൽ എന്താണെന്നുള്ളത് നോക്കാം. അടുത്തത് കാണുന്നു അല്ലേ, ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ലുക്ക്. ശരിക്കും ട്രെയിൻ വന്നിട്ടുണ്ട്. അവിടെ കുറേ ആളുകൾ അങ്ങോട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഒരു നല്ലൊരു ലൈന് കൊടുത്തിട്ടുണ്ട്. എന്താ ലൈനൊന്ന് വായിച്ചു നോക്കാം നമ്മൾ. ടിബ്ബെ കെ അന്തർ കെ കാര്യകലാപവും की कल्पना करें और അഭിനയ് കർക്കെ ദിക്കായും. ടിബയുടെ ഉള്ളിൽ, അതായത് ആ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ, കോച്ചിൻ്റെ ഉള്ളിൽ എന്നൊക്കെ പറയാം നമ്മൾ, ഉള്ളിൽ നടക്കുന്ന ആ ഓരോ സംഭവങ്ങളുണ്ടല്ലോ, കാര്യങ്ങളൊക്കെ, അതിനെ ഒന്ന് സങ്കല്പിക്കുക. ഓർ എന്നിട്ട് അഭിനയ് കർക്കെ ദിക്കായും, അഭിനയിച്ച് കാണിക്കാനാണ് പറയണത്. ഏതായാലും ഇപ്പോൾ നടക്കണ കേസൊന്നുമില്ല, എന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിവിടെ എഴുതാൻ പോവാണ്. താഴെ അതിൻ്റെ അടിയിലൊരു ബോക്സ് കണ്ടില്ലേ, ആ ബോക്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതെല്ലാം എഴുതുന്നു. അപ്പോൾ ഞാൻ എഴുതുകയും ചെയ്യാം, അതേപോലെ തന്നെ അത് പറയുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗം ഒരു ലഘുകഥയാണ്. ഇക്കായി ഏക്കിൽ ലഘുകഥ, അതായത് ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലെ പാഠഭാഗമാണ് ഗിഡ്കി എന്ന് പറയുന്നത്. അതിലെ ഒരു ചാപ്റ്ററാണ്, അതിൽ പാഠഭാഗമാണ്. അത് എഴുതിയിരിക്കുന്ന ആൾ ആണ് അഞ്ജു ഖർബന്ദ എന്ന് പറയുന്ന ഒരു
ലേഖിക എഴുതിയിട്ടുള്ളതാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. അഞ്ജു ഗർബന്ദ കാ ജന്മ ദില്ലി മേം ഹുവ. അഞ്ജു ഗർബന്ദയുടെ ജനനം ഡൽഹിയിലാണ് ഉണ്ടായത്, അല്ലെങ്കിൽ ജനിച്ചത്. വേ അധ്യാപിക, ലേഖിക തഥാ റേഡിയോ കലാകാർ ഹെ. അദ്ദേഹം ഒരു അധ്യാപികയാണ്, ഒരു ലേഖികയാണ്, കൂടാതെ ആരുമാണ്, റേഡിയോ കലാകാരിയും കൂടെയാണ്. ലഘുകഥ, കവിത, സംസ്മരണ ആദി പിതാവോമേ വേ കാര്യരത് ഹെ. അദ്ദേഹം ലഘുകഥയിലും അതേപോലെ തന്നെ കവിത, സംസ്മരണ ആദി മുതലായ ആ മേഖലയിലൊക്കെ അല്ലെങ്കിൽ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഉൻകി അദ്ദേഹത്തിൻ്റെ എന്താണ് ഉജലി ഹോത്തി ബോർ, അതുപോലെ തന്നെ കിങ്സ്വേ ക്യാം ദില്ലി നൗ ആദി പ്രകാശിത് കൃതിയാം. അദ്ദേഹത്തിൻ്റെ 2 കൃതികൾ അവിടെ പറഞ്ഞു, പബ്ലിഷ് ചെയ്ത 2 കൃതികളാണ് കൊടുത്തിരിക്കുന്നത്. സാവിത്രിബായി ഫൂലെ സമ്മാൻ സെ വേ പുരസ്കൃത്. അദ്ദേഹത്തിന് എന്തും കിട്ടിയിട്ടുണ്ട്, സാവിത്രിബായി സമ്മാനം, അതായത് പ്രൈസ് കിട്ടിയ പുരസ്കാരവും അദ്ദേഹത്തിന് എന്തായിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ പാഠഭാഗത്തേക്ക് പോകുന്നു, നോക്കിക്കോളൂ. പാഠഭാഗത്തിൽ നമ്മൾ കാണുന്നൊരു ട്രെയിനിൻ്റെ ഉള്ളിലാണ് കാണുന്നത്. ട്രെയിനിൻ്റെ ഉള്ളിൽ കുട്ടികൾ വിൻഡോ സീറ്റിലൊക്കെ കയറിയിരിക്കണു, അല്ലെ, ഒരു ഭാര്യയും ഭർത്താവും ഒക്കെ ഇരിക്കുന്ന രംഗമാണ് കാണുന്നത്. അപ്പം പാഠഭാഗം എന്താണ് വായിക്കാൻ വായിക്കുകയാണ്, നോക്കിക്കോളൂ. ഹോഷിയാർപുർസെ, ഹോഷിയാർപുരിയിൽ നിന്നും ഷാദിക കല്യാണത്തിൻ്റെ ബുലാവ ആയാത, ആ ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ ക്ഷണക്കത്ത് അല്ലെങ്കിൽ ക്ഷണം ആയാത വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ വന്നിരുന്നു. ട്രെയിൻ സെ ജാന, ട്രെയിനിൽ പോകാനാണ് തൈഹുവ തീരുമാനിച്ചത്. ട്രെയിനിൽ പോകാനാണ് അവരെന്താക്കിയത്, തീരുമാനിച്ചത്. സർദി, തണുപ്പ്, ഹൽക്കി ഹൽക്കി നേരിയതായിട്ട് ദസ്തക് ദേനെ ലഗീതി അനുഭവപ്പെട്ടിരുന്നു. ഇസ്ലിയെ, അതുകൊണ്ട് സോച്ച ചിന്തിച്ചു. എന്താ ചിന്തിച്ചത്, ചലോ ഇസ് ബാർ, ഞാൻ ഇപ്രാവശ്യം പോകുന്നത് എ സിക്ക് ബജായി, എ സിക്ക് പകരമായിട്ട് ജനറൽ കോച്ചിലൂടെ സഫർ കാ ആനന്ദ് ലിയാ ജായേ, ആ യാത്രയുടെ ആനന്ദം എന്താണ് ആസ്വദിക്കാമെന്നുള്ളത്. അതായത് ഈ പ്രാവശ്യം എല്ലാ പ്രാവശ്യവും എ സി കോച്ചിലൊക്കെയാണ് പോവാറുള്ളത്. ഇപ്രാവശ്യം ജനറൽ കോച്ചിൽ പോയിട്ട് എന്ത് ചെയ്യാം, ആ യാത്രയുടെ ആനന്ദം, ആ ചുറ്റുപാടും അന്തരീക്ഷത്തിൻ്റെ ഒക്കെ ആനന്ദങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാവുന്ന ആസ്വദിക്കാം എന്നാണ് അദ്ദേഹം എന്താക്കിയത്, തീരുമാനിച്ചത്. പഹലെ, ആദ്യം ബീവി ബച്ചെ, കുട്ടികളും അതേപോലെ തന്നെ ഭാര്യയും ജനറൽ കോച്ചിലൂടെ ജാനെ പർ പോകുന്നതിന് കുച്ച് നാരാസ് ഹുയി, കുറച്ച് എന്താക്കിയിരുന്നു, ദേഷ്യം പ്രകടിപ്പിച്ചിരുന്നു. ഫിർ എന്നാൽ പിന്നീട്, ദോടി അല്പം അല്ലെങ്കിൽ കുറച്ച്, നാനുക്കൂർ കെ ബാദ്, ആ തർക്കത്തിന് ഒടുവിൽ, അതായത് കുറച്ച് പ്രയാസത്തിനൊടുവിൽ, കുറച്ചൊക്കെ അവർ എതിർത്തെങ്കിലും ആ എതിർപ്പിനൊടുവിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, അത് അംഗീകരിച്ചു. എതിർപ്പിനൊടുവിൽ അവർ അവസാനം എന്തായി, അത് അംഗീകരിച്ചു. ഓക്കെ. ഡൽഹിയിൽ നിന്ന് ലഗ്ഭഗ് ഏകദേശം 8 ഘണ്ടേക്ക 8 മണിക്കൂറുള്ള സഫർ യാത്ര. ഡൽഹിയിൽ നിന്ന് ഏകദേശം 8 മണിക്കൂറുള്ള ഒരു യാത്രയാണ് ആ ട്രെയിൻ യാത്ര ഉണ്ടായിരുന്നത്. സീറ്റ് ബുക്ക് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്താക്കിയിരുന്നു, സീറ്റ് ബുക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് കൂടുതൽ പരേഷാനി നഹീം ഉയി, പ്രയാസങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പരേഷാൻ എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ബച്ചോംനെ, കുട്ടികൾ, ജഡ് വളരെ വേഗത്തിൽ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന്, ഗിഡ്കി വാലി ജനലിൻ്റെ അരികിലുള്ള അല്ലെങ്കിൽ ജനലുള്ള സീറ്റ് ജപ്പഡ്ലി കൈയടക്കി അല്ലെങ്കിൽ കയ്യേറി അല്ലെങ്കിൽ കരസ്ഥമാക്കി. അവർ പെട്ടെന്ന് എന്ത് ചെയ്തു, വിൻഡോ സീറ്റൊക്കെ അവർ പോയിട്ട് പിടിച്ചു. സാരാ സാമാൻ, എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തിട്ട് മേം ഞാനും ഓർ പത്നി, എൻ്റെ ഭാര്യയും ബാത്തോം മേം സംസാരത്തിൽ മഷ്ഗൂൽ ഓകയെ മുഴുകി. ഞാനും എൻ്റെ ഭാര്യയും എന്ത് ചെയ്തു, സംസാരത്തിൽ മുഴുകി. ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഒരു ഭാഗത്ത് ഒതുക്കി വെച്ചിട്ട് ഞാനും ഭാര്യയും സംസാരിക്കാൻ തുടങ്ങി എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാരാഗ്രാഫ് കഴിഞ്ഞു. അപ്പോൾ ഈ പാരാഗ്രാഫിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. രണ്ടാമത്തെ പാരാഗ്രാഫിലേക്ക് പോകുന്നു. അപ്പോൾ ട്രെയിനിൻ്റെ ഉള്ളിലാണ് നമ്മൾ കണ്ടത് അല്ലേ. അപ്പോൾ നോക്കിക്കോളൂ. ദീദി, ചേച്ചി, ജമ്മുവിലെ ഷോൾ ലേലോ, ഷോൾ എടുത്തോളൂ. അപ്പോൾ ഒരു കച്ചവടക്കാരത്തി വന്നിട്ട് പറയാണ്, ജമ്മു കാശ്മീരിൽ കൊണ്ടുവന്ന ഷോളുണ്ട് എൻ്റെ കയ്യിൽ, തട്ടം ഉണ്ട്, ആ തട്ടം എടുത്തോളൂ. ബൗത്ത് ബഡിയാഹെ, വളരെ നല്ലതാണ് അല്ലേ, വളരെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള തട്ടാണ്, എടുത്തോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും പറയാൻ നോക്കിക്കോളൂ. രംഗ് ബിരങ്കി ഷാളോം കാ, പല വർണ്ണത്തിലുള്ള ഷാളുകളുടെ, ഭാരി വലിയ ഗഠർ കെട്ട് ഉടായെ എടുത്തിട്ട്,
ഏക്ക് സാംവലി ഒരു ശ്യാമവർണ്ണവും അതേപോലെ തന്നെ സലൗനി സുന്ദരിയും അതിലുപരി കജ്രാരി ആങ്കോം വാലി കൺമഷിയിട്ട കണ്ണുകളുമുള്ള യുവതി പത്നിക്കോ എൻ്റെ ഭാര്യയെ ഇസ്രാർ കർണയിലേക്ക് കൊതിപ്പിക്കാൻ തുടങ്ങി. അല്ല, പല വർണ്ണത്തിലുള്ള തട്ടത്തിൻ്റെ കെട്ടുകൾ എടുത്തിട്ട് ആ കൺമഷിയൊക്കെ ഇട്ടുള്ള സുന്ദരിയായിട്ടുള്ളൊരു യുവതി എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ എന്താക്കാൻ തുടങ്ങി, കുതിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ പെണ്ണ് ചോദിക്കുക, കിത്നേക്ക് ഹേ, എത്രയാണ് ഇതിൻ്റെ വില എത്രയാണെന്ന് ചോദിക്കുന്നു. അതായത് ഭാര്യ ചോദിക്കുക, കിത്നേക്ക് ഹേ, എത്രയാണ് വില. അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു കൊടുക്കണം, 2800 യുവതി പറഞ്ഞു 250 രൂപയാണ് വില. ഇത്നി മഹങ്കി. അപ്പോൾ ചോദിക്കുകയാണ്, ഇത്രയും വിലയോ? അപ്പോൾ ആ പെണ്ണ് വീണ്ടും പറഞ്ഞു, ജ്യാദ പീസ് ലോഗി, എന്നാൽ കുറേ പീസ് എടുത്തോളി, തോ കം കർ ദൂങ്ക, അപ്പം നിങ്ങൾക്ക് ഞാൻ എന്താക്കി തരാം, കുറച്ച് തരാം എന്ന് പറഞ്ഞു. ജ്യാദ പീസ് ലോഗി, നിങ്ങൾ കുറേ പീസ് എടുത്തോളൂ, കുറേ എണ്ണ എടുത്തോളൂ, തോ കം കർ ദൂങ്കി, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് കുറച്ച് തരാം. അപ്പോൾ ആ പെണ്ണിനോട് എന്ത് ചെയ്യുന്നു, ഈ ഭാര്യ ചോദിക്കുകയാണ്, ഈ ട്രെയിനിലുള്ള അയാളുടെ ഭാര്യ ചോദിക്കുകയാണ്, മുझे ദൂക്കാൻ ബോൽനി ഹൈ ക്യാ, എനിക്ക് കട തുടങ്ങാനാണോ, കച്ചവടം തുടങ്ങാനാണോ ഇത്രയും കൂടുതൽ എടുക്കാൻ എന്നോട് പറഞ്ഞത്? എനിക്കാകെ ധരിക്കാനുള്ളതേ മതിയുള്ളൂ, ഇത്ര കൂടുതലൊന്നും എടുക്കാൻ എന്നെ കൊണ്ട് പറ്റൂല, അതുകൊണ്ട് എനിക്ക് കട തുടങ്ങാനാണോ എന്ന് തമാശ രൂപത്തിൽ അവൾ എന്ത് ചെയ്തു, ആ പെണ്ണിനോട്, ആ കച്ചവടക്കാരിയോട് ചോദിക്കുന്നു. അപ്പോൾ ഈ പെണ്ണ് പറയാണ്, ലേലോ എന്നാ, എടുത്തോളൂ, ബഹനെ മോർ ബാബിയോ കേലിയേ, നിങ്ങളെ അനിയത്തിമാരും ഏട്ടത്തിമാരൊക്കെ ഉണ്ടല്ലോ, അതേമാതിരി ചേച്ചിമാരൊക്കെ ഇല്ലേ, അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തോളൂ, അത് എടുത്തോളൂ എന്ന് പറയുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, മേംനെ, ഞാൻ പത്നിക്കോ, എൻ്റെ ഭാര്യയെ ഇഷാരാക്കിയ, ഒന്ന് ആംഗ്യം കാണിച്ചു. എന്നോട് പറഞ്ഞു അതൊന്നിപ്പോൾ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടൊരു ആംഗ്യം കാണിച്ചു. അപ്പം അപ്പോൾ ഉസ്നെ, അവൾ ആംഗ്യം തരേർക്കർ, കണ്ണുരുട്ടിയിട്ട്, അല്ലെ കണ്ണുകൊണ്ട് എന്നെ ദേഷ്യപ്പെട്ടിട്ട്, മുझे എന്നോട് ചുപ്പ് രഹ്നേക്കാ, മിണ്ടാതെക്കാൻ വേണ്ടി സങ്കേതിക്കുക, ഇങ്ങോട്ടും എന്ത് ചെയ്തു, അവൾ ആംഗ്യം കാണിച്ചു, അല്ലെങ്കിൽ സൂചന നൽകി. ഞാൻ അവളോട് എടുക്കണ്ട എന്ന് പറഞ്ഞാൽ ആംഗ്യം കാണിച്ചപ്പോൾ അവൾ എന്നെ കണ്ണുരുട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പേടിപ്പിച്ചു, അതാണ് ഉദ്ദേശിക്കുന്നത്. അച്ഛാ ശരി, 5 പീസ് ലൂം തോ, ഞാൻ 5 പീസ് എടുത്താൽ കിത്തനേക്ക് ദേഗി, എനിക്ക് എത്രക്കാ തരിക? ആ പെണ്ണോട് ചോദിക്കുക, 5 പീസ് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്രക്കാ തരിക എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ പെണ്ണ് മറുപടി പറഞ്ഞു, 200, എന്നാൽ ഞങ്ങൾക്ക് 200 അല്ലേ, 200 രൂപയെ പെർ, നിങ്ങൾ 200 രൂപ വെച്ചിട്ട് പീസിലേനാ, നിങ്ങൾ പീസ് എടുത്തോളൂ ദീദി, ചേച്ചി, നിങ്ങളെന്നാൽ ഒരു 200 രൂപ വെച്ച് കാണ്ട് ഒരു തട്ടത്തിൽ 200 രൂപ വെച്ചിട്ട് പീസ് എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ പെണ്ണ് പറയുക, ഏയ് വേണ്ട, എന്താ അത്രയും വലിയ വിലക്കൊന്നും അല്ലെങ്കിൽ അത്രയും വലിയ റേറ്റിനൊന്നും എനിക്ക് വേണ്ട അല്ലേ, 100 രൂപ പെർ പീസ്, നിങ്ങൾ 100 രൂപ വെച്ചിട്ട് ഒരു പീസ് തരികയാണെങ്കിൽ ഞാൻ എടുത്തോളാം അല്ലേ, അതെന്തായാലും ഞാൻ എന്ത് ചെയ്തോളാം, എന്നാൽ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ദീദി, ആ പെണ്ണ് പറയാണ്, ദീദി ചേച്ചി, സൗത്തോ ബൗത്ത് കം ഹേ, സൗത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 100 രൂപ എന്നാൽ ബൗത്ത് കമ്മേ, വളരെ കുറവല്ലേ, 100 റുപ്യൊക്കെ വളരെ കുറവല്ലേ ചേച്ചിയെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, കഹത്തെ ഹുയെ പറഞ്ഞിട്ട്, ഉസ്കാ ഗല, അവളുടെ തൊണ്ട, രുന്ത് ഗയ, എന്ത് ചെയ്തു, ഒന്ന് ഇടറി, ഓർ എന്നിട്ട്, ഉസ്കി, അവളുടെ കജ്രാരി ആങ്കോമേം, അവളുടെ ആ പിന്നെ കൺമഷിയിട്ട കണ്ണുകൾ ബർ ആയി നിറയുകയും ചെയ്തു. അവൾ പറഞ്ഞു, 100 റുപ്യൊക്കെ വളരെ കുറവാണ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവളുടെ കണ്ണ് നിറയുകയും അതേപോലെ തന്നെ അവളുടെ തൊണ്ട ഇടറുകയും ചെയ്തു എന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. അടുത്ത പേജിൽ എന്താ പറഞ്ഞത്, ചൽ ന തേരി ന മേരി 150 പെർ പീസ്, ചൽ, എന്നാൽ പോട്ടെ, സാരല്ലേ, പോട്ടെ അല്ലേ, ന തേരി, നിൻ്റെതുമല്ല, ന മേരി, എൻ്റെതുമല്ല, അതായത് നീ പറഞ്ഞതുമല്ല, നീ പറഞ്ഞ റൈറ്റും അല്ല, ഞാൻ പറഞ്ഞ റൈറ്റും അല്ല, 150 പെർ, 150 രൂപക്ക് പീസ്, എന്നാൽ ഒരു പീസ് നമുക്ക് 150 രൂപ വെച്ച് കണ്ട് ഉറപ്പിക്കാമെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പം ആ കച്ചവടക്കാരി പറയാണ്, അച്ഛാ ശരി ദീദി, ചേച്ചി ശരി ചേച്ചി, ടീക്ക് ഹേ, എനിക്കെന്താണ്, ഓക്കെ ആണ്, അല്ലെങ്കിൽ സമ്മതമാണ്, ലോ എടുത്തോളൂ, രംഗ് പസന്ത് കർലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞു. കുച്ച് സോച്ചത്തെ ഉയ്യേ, എന്തോ ഒന്ന് ചിന്തിച്ചിട്ട്, ഉസ്നെ കഹ, അവൾ പറഞ്ഞു, ഓർ എന്നിട്ട്, ഗഡർ, ആ തട്ടത്തിൻ്റെ ആ വലിയ കെട്ട്, പത്നിക്ക് സാമനെ, എൻ്റെ ഭാര്യയുടെ മുന്നിലേക്ക് സർക്കാദിയ, അവൾ നീക്കി വെച്ചു. അവൾ എന്ത് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ട് 150 ലാസ്റ്റ് സമ്മതിച്ചു. ഓക്കെ, എന്നിട്ട് ആ കെട്ട് എന്ത് ചെയ്തു, ഭാര്യയുടെ മുന്നിലേക്ക് നീക്കി കൊടുക്കുകയും ചെയ്തു. പത്നീനെ, എൻ്റെ ഭാര്യ, ആ ഷോൾ എന്ത് ചെയ്തിട്ടുണ്ട്, 5 ഷാളയും 5 ഷാളുകൾ അലഗ് കർലി മാറ്റി വെച്ചു, അല്ലെങ്കിൽ വേറെ വെച്ചു, അലഗ് കർലി മാറ്റി വെച്ചു. ഓർ എന്നിട്ട് മേരി, ഓർ ദേക്ക്, എന്നിട്ട് എൻ്റെ നേരെ നോക്കിയിട്ട് എന്ത് ചെയ്തു, രൂപയെ ദേനേക്ക, പൈസ കൊടുക്കാൻ വേണ്ടി ഇഷാരാക്കിയ, ചൂണ്ടിക്കാണിക്കുകയും അല്ലെങ്കിൽ ആംഗ്യം കാണിക്കുകയും ചെയ്തു. പത്നീന് എന്ത് ചെയ്തിട്ടുണ്ട്, അവൾ തന്നിരിക്കുന്ന വലിയ കെട്ടിൽ നിന്ന്
5 ഷോൾ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, ആ ഭർത്താവിനോട് അതിൻ്റെ പൈസ കൊടുക്കാൻ വേണ്ടി പറയുകയും ചെയ്തു. മേന്നെ ഞാൻ പെട്ടെന്ന് 750 രൂപയെ 750 രൂപ നിക്കാൽ കർ എടുത്തിട്ട് ദേദിയെ ഞാൻ കൊടുത്തു. ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഒരു 250 രൂപ എടുത്തിട്ട് അതിൻ്റെ പൈസയാകുന്ന 250 രൂപ ഞാൻ കൊടുത്തു. എന്നിട്ടോ ഉസ്കെ ജാനേക്കെ ബാദ് അവൾ പോയതിന് ശേഷം രാസ്തേബർ വഴിയിൽ മുഴുവനും അങ്ങനെ പോയ വഴിയിൽ മുഴുവനും എന്താണ് പത്നിക്ക് സുയിൻ്റെ ഭാര്യയുടെ ചിന്ത എന്ന് പറയുന്നത്, ആ പോയ വഴിയിൽ മുഴുവനും ഭാര്യ ചിന്തിച്ചു കൊണ്ടിരുന്നത് എന്ത് ചെയ്യുന്നു, ഇസി ബാത്ത് പർ അടുക്കിര ഈ ഒരു കാര്യത്തിൽ മാത്രമായിരുന്നു തങ്ങി നിന്നിരുന്നത്. അവളുടെ ചിന്ത ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ്, ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഏതായിരുന്നു ആ കാര്യം? വോ ഏക് ബാർ മേം അവൾ ഒരൊറ്റ തവണ കൊണ്ട് തന്നെ 100 രൂപക്ക് മാൻഗൈ അംഗീകരിച്ചു. ഞാൻ ഒരു പ്രാവശ്യം ആ 150 എന്ന് പറഞ്ഞപ്പോഴേക്കും അവൾ എതിർത്തില്ല, അവൾ വേഗം എന്തായി 150 സമ്മതിച്ചു. ഗൽത്തിക്ക് എൻ്റെ അടുത്ത് തെറ്റുപറ്റിപ്പോയി. തോൾമോൾ കുറച്ച് വിലപേശൽ അല്ലെങ്കിൽ ബാർഗെയിനിങ് ഓർ കർണാച്ച ഏതാ കൂടി ചെയ്യാമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവൾ എന്താക്കുമായിരുന്നു, അവൾ എനിക്ക് ആ വില കുറച്ചിട്ട് തരുമായിരുന്നു, വില കുറപ്പിക്കാമായിരുന്നു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഓർ മേരി എന്നാൽ എൻ്റെ സുയി ചിന്ത എന്ന് പറയുന്നത്, അതായത് എന്നാൽ ഞാൻ ചിന്തിച്ചത്, എൻ്റെ ചിന്ത എന്നാൽ അതീത് മേം കഴിഞ്ഞു പോയ അടുക്കീതി കാലത്തെക്കുറിച്ചാണ്. അതായത് ഞാൻ വളർന്നു വന്ന എൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും അല്ലെങ്കിൽ എൻ്റെ കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ചായിരുന്നു ഞാൻ ചിന്തിച്ചു. എന്തായിരുന്നു എൻ്റെ കഴിഞ്ഞു പോയ കാലത്തെ പ്രശ്നങ്ങൾ? ബേട്ടിക്കോ എൻ്റെ മകളെ ഞാൻ ഗോതുമേം വിട്ട എൻ്റെ മടിയിൽ ഇരുത്തി. എന്നിട്ട് റെയിൽ ഗാഡിയുടെ ഖിഡ്കി ജനലിലൂടെ ചാങ്കത്ത ഞാൻ എത്തി നോക്കി അല്ലെങ്കിൽ പുറത്തേക്ക് നോക്കി. ഓർ സോച്ച് അതാ ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്നു. ആ ജനലിലൂടെ ഞാൻ പുറത്തേക്ക് നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ചിന്തിച്ചു കൊണ്ടിരുന്നു. എന്താ ചിന്തിച്ചുകൊണ്ടിരുന്നത്? മേരെ പിതാബി എൻ്റെ അച്ഛനും റെയിൽ ഗാഡിമേം ഈ തീവണ്ടിയിൽ സാമാൻ ഭേജ് സാധനങ്ങൾ വിറ്റിട്ട് ജബ് എപ്പോഴാണോ ദക്കെ ആരെ ക്ഷീണിച്ച് അവസനായിട്ട് ഗർ ആത്തെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഉൻകി ആങ്കോമേ ബി അദ്ദേഹത്തിൻ്റെ ആ കണ്ണുകളിലും അദ്ദേഹത്തിൻ്റെ ആ കണ്ണുകളിലും എന്താണ് വഹി അതേ നമീധി ആ നനവുണ്ടായിരുന്നു. ഏതാണ് ആ നനവ്? ജോ അത് ആജ് ഇന്ന് ഉസ് യുവതിക്ക് എൻ്റെ അന്ന് കണ്ട ഞാൻ ആ യുവതിയുടെ ആങ്കോമേംതി ആ കണ്ണുകളിലും ഉണ്ടായിരുന്നു. ആ പെണ്ണിൻ്റെ കണ്ണിലുണ്ടായിരുന്ന അതേ നനവ് എൻ്റെ അച്ഛൻ്റെ കണ്ണിലും ഉണ്ടാകുമായിരുന്നു. എൻ്റെ അച്ഛനും എന്ത് ചെയ്തിരുന്നു, കുറേ മുമ്പ് ഇതുപോലെ തന്നെ ട്രെയിനിലൊക്കെ സാധനങ്ങൾ വിറ്റിട്ടാണ് ഞങ്ങളെ പോറ്റി വളർത്തിയിരുന്നത്. അപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിലുണ്ടാകുന്ന ആ പ്രയാസങ്ങളും ക്ഷീണങ്ങളും ഒക്കെ എനിക്ക് കാണാമായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ പെണ്ണ് വില പേശിയതിനെക്കുറിച്ച് ഞാൻ എന്താക്കിയില്ല, അതൊരു എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നില്ല. എൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം വില പേശി കുറച്ച് കൊണ്ടിരിക്കുന്ന സന്തോഷത്തിലാണെങ്കിലും ഞാൻ അതിന് സന്തോഷവാനായിരുന്നില്ല. കാരണം എൻ്റെ ഉപ്പ ഇങ്ങനെ ഞങ്ങളെ പോറ്റി വളർത്തിയത് അല്ലെങ്കിൽ ഉപ്പ ഇങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് എന്നുള്ളതാണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പാഠമൊക്കെ വായിച്ചു, എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞുതരും. ഓക്കെ, ഇതിൻ്റെ അടുത്ത ആക്ടിവിറ്റീസ് അടുത്ത രണ്ടാമത്തെ പാർട്ടായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ് നമ്മുടെ കഥാകൃത്ത് അല്ലെങ്കിൽ ലേഖകൻ നമുക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിച്ചത്? സമൂഹത്തിൽ പല രീതിയിലുള്ള ആളുകളാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരോട് നമ്മൾ എന്ത് ചെയ്യണം? ദയയും കരുണയും കാണിക്കുകയും അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വളർന്നു വന്നിട്ടുള്ള വഴികൾ നമ്മൾ മറക്കാനും പാടില്ല എന്നുള്ളതാണ് ഈ പാഠഭാഗത്തിലൂടെ ലേഖകൻ നമുക്ക് മനസ്സിലാക്കി തരുന്ന അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ച് തരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിനി വീണ്ടും ഇതിൻ്റെ അടുത്തൊരു ആക്ടിവിറ്റിയുമായിട്ട് അടുത്ത തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഒരു കാര്യം മറക്കണ്ട, എൻ്റെ ഈ പാഠഭാഗം അതായത് ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ചെയ്യുക, ഒന്ന് ഉഷാറാക്കുക. ഓക്കെ, ഷെയറൊക്കെ ചെയ്ത് ഉഷാറാക്കുക. ഓക്കെ, അപ്പം അതുവരേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ, ടാറ്റ, ബൈ.